Hello students, in the machine learning evaluation of a classifier ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കവർ ചെയ്യുന്നത് നമ്മൾ ക്രോസ് വാലിഡേഷനും റീസാംപ്ലിംഗ് മെത്തേഡ്സ് ആണ്. അതേപോലെ തന്നെ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനും ബൂട്ട് സ്ട്രാപ്പിംഗും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഡീൽ ചെയ്യും. സോ ഓൾറെഡി ഞാൻ ഈ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ജനറലൈസേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് വാലിഡേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ക്ലാസിഫയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ഒരു ക്ലാസിഫയറിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ ട്രെയിനിങ് സെറ്റും കുറേ വാലിഡേഷൻ സെറ്റ് ഉണ്ടാകണം. ഓക്കെ, ഇഫ് ദ സാമ്പിൾ എക്സ് ബിക്കംസ് വെരി ലാർജ് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഭാഗം ട്രെയിനിങ്ങിനെയും ഒരു ഭാഗം വാലിഡേഷനെയും കൊടുക്കണം. സോ ദിസ് ഇസ് കോൾഡ് ആസ് ക്രോസ് വാലിഡേഷൻ. സോ ലെറ്റ് മീ പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ്. To test the performance of a classifier, we need to have number of training or validation set pair from our data set X. If the sample X is large enough, we can randomly divide it, then divide each part randomly into two parts and use them, one for training set, another part for validation. We split the data differently and this is called cross validation. The cross validation correct definition പറയാം നമുക്ക്. Cross validation is a technique to evaluate a predictive model by partitioning the original sample into a training set to train the model and a test set to evaluate it. Cross validation പല ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ സിലബസിൽ അങ്ങനെ 4 ടെക്നിക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ ഹോൾഡ് ഔട്ട് മെത്തേഡ്, സെക്കൻഡ് വൺ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ, തേർഡ് വൺ Leave-one-outcross-validation, fourth one bootstrapping. ഇതിനകത്ത് ഫസ്റ്റ് വൺ ഹോൾഡ് ഔട്ട് മെത്തേഡ്, ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്രോസ് വാലിഡേഷൻ മെത്തേഡ്. ഡാറ്റ സെറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഡാറ്റ സെറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 സെറ്റ്. One set is for training, that is training set. Another set is for testing. Okay, from the training set you will build a train model and from the testing set you will have a evaluation model. Okay, the algorithm fits a function using the training set only and then this function will be used to predict the output for the data in the testing set which it has never seen. The error it makes is used to evaluate the model in this case. അപ്പോൾ ഇവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൈ വേരിയൻസ് ആയിരിക്കും. ടെസ്റ്റിംഗ് സമയത്ത് വരുന്ന എററിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര കൂടുതലായിരിക്കും ഇവിടെ. പക്ഷേ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് മോഡൽ. നെക്സ്റ്റ് വൺ ഇറ്റ് ടേക്സ് എ ലെസ് കമ്പ്യൂട്ടേഷണൽ. അടുത്തത് കെ ക്രോസ് വാലിഡേഷൻ ടെക്നിക്. ഇവിടെ ഡാറ്റ സെറ്റിനെ റാൻഡംലി കെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് വാലിഡേഷൻ ഉപയോഗിക്കും, ബാക്കിയുള്ള എല്ലാത്തിനെയും ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കും. സോ സി ഹിയർ V1, that is validation set 1 which is equal to x1. Then test set T1 will be consisting of all others except x1. Okay, എന്നിട്ട് ഇതിൽ നിന്നൊരു ആക്യുറസി കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഇതേപോലെ തന്നെ V2 കണ്ടുപിടിക്കും, ദെൻ T2 കണ്ടുപിടിക്കും, അതിൽ നിന്നൊരു ആക്യുറസി കണ്ടുപിടിക്കും. അങ്ങനെ കെ വരെ പോയിട്ട് അതിൻ്റെ ആക്യുറസി കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന മീൻ ആയിരിക്കും നമ്മുടെ ക്ലാസിഫയറിൻ്റെ ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കെ ക്രോസ് വാലിഡേഷനിൽ നമ്മൾ കെ ഫോൾഡ്സ് ആയിരിക്കും എടുക്കുന്നത്. So let me put it into words. The data set X is divided randomly into k equal parts xi, I 1 to k. To generate each pair, we keep one of the k parts out as validation set Vi and combine the remaining k minus 1 parts to form the training set Ti. Doing this k times, each time leaving out another one of the k part out, we get k pair of Vi, Ti. Okay, നമുക്കപ്പോൾ എന്ത് കിട്ടും? ഓരോരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പെയർസ് ഓഫ് Vi, Ti കിട്ടും. സോ ദാറ്റ് ഇസ് കെ ഫോൾഡ് വാലിഡേഷൻ ടെക്നിക്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ടു കീപ് ദ ട്രെയിനിങ് സെറ്റ് ലാർജ് വി അലൗ വാലിഡേഷൻ സെറ്റ് ദാറ്റ് ആർ വെരി സ്മോൾ. ട്രെയിനിങ് സെറ്റ് ലാർജ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ നോക്കിയേ, നമ്മൾ വാലിഡേഷൻ സെറ്റിൽ ആകെ ഒരു ഡാറ്റേനെ മാത്രമേ അലൗ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ ട്രെയിനിങ് സെറ്റ് വിൽ ഓവർലാപ്പ് കൺസിഡറബിളി. ഇതിനകത്ത് ട്രെയിനിങ് സെറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില വാല്യൂസൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്. ഹിയർ ദ കെ ഈസ് ടിപ്പിക്കലി 10 or 30.
As k increases, the percentage of training instance increases and we get more robust estimator, but validation set becomes smaller. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഈ കാര്യം പറഞ്ഞു. Furthermore, there is a cost of training classified k times which increases as k is increased. അപ്പോൾ ഇതും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് k ക്രോസ് വാലിഡേഷനിൽ നമ്മൾ എടുക്കുന്നത് k ഫോൾഡ്സ് ആണ്. ഓക്കെ, A ക്രോസ് വാലിഡേഷനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചെയ്യാം. സപ്പോസ് നമുക്ക് 30 ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, k = 5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വാലിഡേഷൻ സെറ്റ് ആദ്യം കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ട്രെയിനിങ് സെറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഫോർ വാലിഡേഷൻ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ എത്ര ഫോൾഡ് ഉണ്ട് നമുക്കെന്ന്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5 യു വിൽ ബി ഗെറ്റിംഗ് 6. അപ്പോൾ ബാക്കിയുള്ള 30 - 6 ചെയ്യണം, അത് റിമൈനിങ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് 5 ഫോൾഡ് ഉണ്ട്. ഈ 5 ഫോൾഡിലും നമ്മൾ 30 ഡാറ്റ സെറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫോൾഡിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 6 എണ്ണത്തിനെ നമ്മൾ ടെസ്റ്റ് ഡാറ്റ ആയിട്ട് എടുക്കും, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ട്രെയിനിങ് സെറ്റായിട്ട് എടുക്കും. ഇനി സെക്കൻഡ് ഫോൾഡിൽ നോക്കാം. സെക്കൻഡ് ഫോൾഡിൽ ഇനിയിപ്പോൾ 6 എണ്ണം ആദ്യത്തെ വിട്ടിട്ട് അത് ട്രെയിനിങ് സെറ്റായിട്ട് മാറ്റും. ഇനി ബാക്കി അടുത്ത 6 എണ്ണത്തിനെ നമ്മൾ ടെസ്റ്റ് സെറ്റായിട്ട് മാറ്റും. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും ട്രെയിനിങ് സെറ്റായിട്ട് തിരിക്കും. ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ പോവുക. ഇങ്ങനെ നമ്മൾ ആ 5th ഫോൾഡ് വരെ പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് 6 എണ്ണമായിരിക്കും നമ്മുടെ ടെസ്റ്റ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ k ഫോൾഡ് വാലിഡേഷൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് Leave-one-outcross-validation ആണ്. ഇത് എക്സ്ട്രീം കേസാണ് k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ്റെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഡാറ്റ പോയിന്റ്സ് നമുക്ക് n സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻസ്റ്റൻസിനെ നമ്മൾ വാലിഡേഷൻ സെറ്റായിട്ട് മാറ്റും, ബാക്കിയുള്ള n-1 ഇൻസ്റ്റൻസിനെ നമ്മൾ ട്രെയിനിങ് സെറ്റിന് ഉപയോഗിക്കും. വി ഗെറ്റ് n separate pair by leaving out different instance at each iteration. So we will get n pair of folds. So let me put it into words. Where given a data set of n instance, only one instance is left out as a validation set and the training uses the remaining n-1 instance. We get n separate pair by leaving out different instance at each iteration. ഇപ്പോൾ നമ്മൾക്ക് n ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് n ഫോൾഡ്സ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ടൈം ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ ദ ഡാറ്റ ഈസ് ഹാർഡ് ടു ഫൈൻഡ്, ലൈക്ക് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്. അവിടെയൊക്കെയാണ് Leave-one-outcross-validation ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് ബൂട്ട്സ്ട്രാപ്പിംഗ്. ബൂട്ട്സ്ട്രാപ്പിംഗ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ബൂട്ട്സ്ട്രാപ്പ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പിംഗ്. ഇറ്റ് റെഫേഴ്സ് ടു റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇത് വരുന്നത്, റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 5 ബോർഡ് തന്നിട്ടുണ്ട് എന്ന് വെച്ചോ. 5 ബോർഡ് A, B, C, D, E. We wish to select different samples of ball from the urn, each sample containing 2 balls. ഈ പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ 2 ബോൾസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അറ്റ് എ ടൈം. അപ്പോൾ വി സെലക്ട് 2 balls from the basket, let A and E and record the label. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ബോൾസിനെ തിരിച്ച് ബാസ്ക്കറ്റിലോട്ട് ഇട്ടിട്ട് അടുത്ത 2 ബോൾസിനെ സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ C and E. Then we record the labels and we put C and D again back into the basket, and this is repeated as required. Okay, so we get different samples of size 2, say AE, BE, അങ്ങനെ നമുക്ക് different samples കിട്ടും. And these samples are obtained by sampling with replacement, and this is bootstrapping. Okay, ഇവിടെ നടക്കുന്നത് എന്താ? സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. സോ ഇൻ മെഷീൻ ലേണിംഗ്, ബൂട്ട്സ്ട്രാപ്പിംഗ് ഇസ് എ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് മെഷർ using several randomly selected training and test the data set which are selected through a process of sampling with replacement through bootstrapping. അപ്പോൾ ഇങ്ങനെ മെഷീൻ ലേണിംഗിൽ നമ്മൾ ഇതേപോലെ തന്നെ എടുക്കും. 2 ഡാറ്റാ സാമ്പിൾസിന് എടുക്കുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന മോഡലിൻ്റെ ആക്യുറസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ തിരിച്ച് ആ 2 ഡാറ്റാ സെറ്റ് അതിനകത്ത് ഇട്ടിട്ട് തിരിച്ച് വേറെ 2 ഡാറ്റാ സെറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. The sample data are selected multiple times here, and the bootstrap procedure will create one or more training data, some of which are repeated. The corresponding test data are then constructed from set of examples and that were not selected for respective training of the data set. Okay, so this is what I want to say. Thank you students
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.